നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി. ദശരഥപുത്രന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കർക്കടകത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. തൃപ്രയാറിലാണ് തീർത്ഥാടകർ ആദ്യം ദർശനം നടത്തുക. പിന്നെ കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ തൊഴുത് തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് ദർശനക്രമം. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് തൃപ്രയാറിൽ ഒരുങ്ങുന്നത്. പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം 5000 പേർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തോട് ചേർന്നു തന്നെ ഒരുക്കുന്നുണ്ട്. വരിയിൽ നിന്നു തന്നെ വഴിപാടുകൾ ഷീട്ടാക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ക്ഷേത്ര സമിതികളും സന്നദ്ധ സംഘടനകളും ചൂടുവെള്ളം, ചുക്കുകാപ്പി എന്നിവ നൽകും. വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ നൽകുന്നതിനായി മെഡിക്കൽ സഹായ കേന്ദ്രവും പ്രവർത്തിക്കും. സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തുള്ള ക്യാമറകൾക്ക് പുറമെ പോലീസിന്റെ സഹായത്തോടെ ക്ഷേത്ര പരിസരത്തും കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരുക്കങ്ങളുടെ മുന്നോടിയായി ദേവസ്വം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു. ഇത്തവണ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നതിനാൽ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും വിപുലമായി ഒരുക്കുന്നുണ്ടെന്ന് തൃപ്രയാർ ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ അറിയിച്ചു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകത്തിന് ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ മുന്നോടിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പന്തലിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരുവിധമായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നതിനൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ 5-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ മെമ്പർമാരും മറ്റു ഉദ്യോഗസ്ഥരും പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു യോഗം ദേവസ്വത്തിൽ നടത്തുകയുണ്ടായി. അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം കൂടുതൽ ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവർക്ക് ഒരുക്കങ്ങളും അവർക്ക് വേണ്ട എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള പ്രത്യേക ശ്രദ്ധ ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡ് ഇപ്രാവശ്യം മുൻഗണനാടിസ്ഥാനത്തിൽ കരുതുന്നുണ്ട്. പിന്നെ ഭക്തജനങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ചുക്കുവെള്ളം കൊടുക്കാനും മറ്റ് സൗകര്യങ്ങളും പുറത്തായാലും വിവിധ സംഘടനകളുടെ ഭാഗമായിട്ട് പുറത്തും ഒക്കെ ചുക്കുവെള്ളവും ചുക്ക് കാപ്പി വിതരണങ്ങളൊക്കെ ഇവിടെ പുറത്തും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരുക്കങ്ങളിപ്പോൾ മെഡിക്കലിൻ്റെ ഒരു സേവനമുണ്ട്. അവരുടെ ഒരു സ്റ്റോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ചികിത്സ നൽകുന്നതിനുള്ളൊക്കെ എല്ലാ ഒരുക്കങ്ങളും ഏർപ്പാടുകളൊക്കെ ആക്കി കഴിഞ്ഞു. വണ്ടി പാർക്കിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞു. പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് CCTV ദേവസ്വത്തിലെ അമ്പലത്തിനകത്തുള്ള CCTVകൾക്ക് പുറമെ തന്നെ പോലീസിൻ്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടന്നു. പുറത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അവരുടെ നിർദ്ദേശമുണ്ട്. അതുപ്രകാരം നമ്മൾ CCTV സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിലെ കടലേറ്റത്തിൽ അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. വർഷങ്ങളായി വാടാനപ്പള്ളി ബീച്ച്, ഫസൽ നഗർ മേഖലയിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. മീറ്ററുകളോളം ദൂരത്തിൽ നിരവധി തവണ റോഡുകൾ പൂർണ്ണമായി ഇല്ലാതെയായി. നിരവധി വീടുകൾ തകർന്നു. മീറ്ററുകളോളം ദൂരം കരഭൂമി കടലെടുത്തു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പഞ്ചായത്ത്, വില്ലേജ്, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, തഹസിൽദാർ, MLA, ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എന്നിവയിൽ അപേക്ഷകളും നിവേദനങ്ങളും നൽകിയിരുന്നു. നിരന്തര ഇടപെടലിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് മേഖലയിലെ 450 മീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് നൽകിയ 6.5 കോടി രൂപയുടെ പദ്ധതി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ബീച്ച് മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും കുടിവെള്ളവും സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കണമെന്ന് വാർഡ് മെമ്പർ നൗഫൽ വലിയകത്ത് ആവശ്യപ്പെട്ടു. ഇനിയും മൗനം തുടരുന്ന പക്ഷം ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 29-30 തീയതികളിൽ വലപ്പാട് ചന്തപ്പടി ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടത്തും. ചന്തയിൽ പഞ്ചായത്തിലെ കർഷകർക്ക് വിവിധതരം വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും പഴം, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും വിൽക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. കായ്ക്കോ, കൃഷിശ്രീ സെന്റർ,
കുടുംബശ്രീ, ഇക്കോ ഷോപ്പ്, കർഷക സംരംഭകർ എന്നിവരുടെ വിപണന സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ഞാറ്റുവേല ചന്തയിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യുവാനും കർഷക സംരംഭകർക്ക് ജൂൺ 26, 27 തീയതികളിലായി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും ചേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തു. സ്നേഹം, സന്തോഷം, സമാധാനം, കരുതൽ, പരസ്പര വിശ്വാസം എന്നിവ ഉൾക്കൊള്ളുന്ന ജീവിത ലഹരിയാണ് നമുക്ക് വേണ്ടതെന്ന് പ്രതിജ്ഞ ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ സിജി, അനു എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് താനാപാടം കനാൽ കരയിലെ വലിയ മരങ്ങൾ നീരൊഴുക്കിന് തടസ്സമാകുന്നു. മഴ ശക്തമായതോടെ കനാലിലൂടെയുള്ള നീരൊഴുക്ക് കൂടിയെങ്കിലും കരയിലുള്ള വലിയ മരങ്ങളുടെ ചില്ലകൾ കനാലിലേക്ക് ചാഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നു. വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ചില്ലകളിൽ ചണ്ടിയും കുളവാഴയും തങ്ങി നിന്നാണ് ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ മഴ കൂടുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് പോലെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വാടാനപ്പള്ളി റേഞ്ച് ഓഫീസർ CK ചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക റീന, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, RA ഷെരീഫ്, അനീഷ സലാം, PS സയാൻ എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.